SSLC +2 പരീക്ഷാ ഫലങ്ങൾ വന്നു. ഒരുപാട് പേർക്ക് സന്തോഷവും ചിലർക്കെങ്കിലും സങ്കടങ്ങളും സമ്മാനിച്ചുകൊണ്ട്. ഉദ്ദേശിച്ചതുപോലെ റിസൾട്ട് വന്നില്ല എന്ന പ്രയാസത്തിലാണ് കുറേ പേരെങ്കിലും. പരീക്ഷയിൽ പരാജയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക. കേരളത്തിലെ ADGP P. വിജയൻ IPSനെ കുറിച്ച്. 10ാം ക്ലാസ്സിൽ തോറ്റുപോയിട്ടും മനസ്സുകൊണ്ട് തോൽക്കാതെ പിടിച്ചു നിന്ന വിജയൻ സാർ ഈ നാളുകളിൽ നമ്മുടെ ജീവിതത്തെ ഏറെ പ്രകാശമാനമാക്കുമെന്ന് തീർച്ച. വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം തെരുവ് വിളക്കിൻ്റെ ചുവട്ടിൽ കിടന്നായിരുന്നു പഠനം. ഒരുപാട് കഷ്ടപ്പെട്ടു. അതുകൊണ്ടിന്ന് കഷ്ടപ്പെടുന്നവരുടെ വേദന അദ്ദേഹത്തിനറിയാം. ജീവിതം തിരിച്ചുപിടിച്ച് ഉയർന്നു വന്ന P. വിജയൻ IPSനെ കുറിച്ച് സ്നേഹിതനായ വൈദികൻ ഫാദർ സോണി മുണ്ടുനടക്കൽ പറയുന്ന വാക്കുകൾ. കേരള പോലീസിൽ IG ആയിരുന്ന ശ്രീ P. വിജയൻ IPS ADGP പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു. ബഹുമാനപ്പെട്ട വിജയൻ സാറിന് അഭിനന്ദനങ്ങളും ആശംസകളും. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല. ഈ ഒരു ചിന്തയാണ് ബഹുമാനപ്പെട്ട വിജയൻ സാറിനെ കുറിച്ച് എൻ്റെ ചിന്തയിലേക്ക് വരുന്നത്. ഒത്തിരിയേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട വിജയൻ സാർ. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തും ഏറെ പ്രയാസങ്ങളും വേദനകളും ഉണ്ടായിരുന്നു. വീട്ടിലെ പ്രയാസമേറിയ ജീവിതത്തിൻ്റെ നടുവിലും കുട്ടിക്കാലത്ത് വീടിന് വേണ്ടി, വീട്ടിലുള്ളവർക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത വ്യക്തിത്വം. 10ാം ക്ലാസ്സിൽ പരീക്ഷയിൽ പരാജയപ്പെട്ടുപോയി. പഠിക്കാൻ കഴിവില്ലാഞ്ഞിട്ടല്ല പരാജയപ്പെട്ടു പോയത്, മറിച്ച് വീട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചറിഞ്ഞതുകൊണ്ടാണ്. വീടിനെ പരിപാലിക്കണം, വീടിന് വേണ്ടി അധ്വാനിക്കണം എന്ന് മാത്രം ചിന്തിച്ച കാലഘട്ടം. പഠിക്കുവാനായിട്ട് അതിയായി ആഗ്രഹമുണ്ടായിരുന്നു. അതിനുള്ള ബുദ്ധിയും ശക്തിയും ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒടുവിൽ പരാജയത്തിൽ നിന്നും വിജയത്തിലേക്കുള്ള ഒരു കുതിപ്പായിരുന്നു. പകൽ മുഴുവൻ അധ്വാനം, രാത്രി മുഴുവനും തെരുവിൻ്റെ വിളക്കിൻ്റെ ചുവട്ടിൽ കിടന്ന് പഠനം നടത്തുകയായിരുന്നു. വീട്ടിൽ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ. പഠിക്കാൻ വെളിച്ചം തേടിപ്പോയത് പുറത്ത് തെരുവിലെ വെളിച്ചം, തെരുവ് വിളക്കിൽ അഭയം പ്രാപിച്ചു. അങ്ങനെ പഠനം പൂർത്തീകരിക്കുന്ന കാലഘട്ടത്തിൽ 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം കരസ്ഥമാക്കി. അതാണ് ബഹുമാനപ്പെട്ട വിജയൻ സാർ. വീടിൻ്റെ വേദനകൾ മനസ്സിലാക്കിയ വ്യക്തിത്വമാണ്. കൂടെയുള്ള എല്ലാവരും പ്രോത്സാഹിപ്പിച്ചു. കഠിനാധ്വാനത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്ത് IPS കരസ്ഥമാക്കി. പരാജയം ആഘോഷിച്ച വ്യക്തി പരാജയത്തെ വിജയത്തിലേക്ക് കുതിക്കുവാനുള്ള ഊന്നുവടിയായിട്ട് അദ്ദേഹം കണ്ടു. പോലീസ് ഉദ്യോഗസ്ഥനായി സേവനം ചെയ്യുമ്പോൾ തൻ്റെ ശമ്പളം പാവപ്പെട്ടവർ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ വാതിക്കൽ ഓരോ മാസത്തിൻ്റെ ആദ്യ ആഴ്ചകളിൽ അനേകം പാവങ്ങൾ വന്നിരിക്കുന്നത്. ഞാനിത് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ നിന്നും സഹായം തേടി വരുന്ന വ്യക്തികളാണ്. എല്ലാ മാസവും മുടക്കം കൂടാതെ വരികയാണ്. വിദ്യാഭ്യാസം സ്വീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ, പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത് അദ്ദേഹം അതീവ താല്പര്യത്തോടുകൂടി സഹായിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട വിജയൻ സാർ ഓരോ ജില്ലകളിലെ ഉത്തരവാദിത്വം വഹിക്കുമ്പോൾ ആ പ്രദേശത്തുള്ള പാവപ്പെട്ട കുടുംബങ്ങൾ അദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്നു. സാർ എല്ലാവർക്കും തൻ്റെ ശമ്പളത്തിൻ്റെ വിഹിതം പങ്കുവയ്ക്കുമായിരുന്നു. കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ചെയ്യാത്ത ഒരു കാര്യം. അദ്ദേഹം കരുണയുടെ മുഖമായിരുന്നു, കാരുണ്യത്തിൻ്റെ വക്താവായിരുന്നു. കാരണം വേദന അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കന്മാരുടെ വേദന മനസ്സിലാക്കിയ വ്യക്തി പഠിക്കുന്ന കുട്ടികൾക്ക് സാമ്പത്തിക സഹായം നൽകി ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് അദ്ദേഹം അതിയായി ആഗ്രഹിച്ചു. ഒരു കുടുംബത്തിലെ ഒരു കുട്ടി പഠിച്ചാൽ ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് എത്തിച്ചേർന്നാൽ ആ കുടുംബം രക്ഷപ്പെടും. മറ്റൊരു പ്രധാന കാര്യം, 2019 കോവിഡ് വന്നപ്പോൾ ഒരു വയറൂട്ടാം എന്ന പദ്ധതി വഴി 3 മാസക്കാലം ഓരോ ദിവസവും 3000 പേർക്ക് ഭക്ഷണം കൊടുക്കുവാൻ സാധിച്ചു. സാറിൻ്റെ കൂടെ നിന്ന് ഈ ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുവാനും സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ കാലത്ത് ആരും ചിന്തിക്കാത്ത കാര്യം, ആരും പുറത്തിറങ്ങാൻ ഭയപ്പെടുന്ന സമയത്ത് ഞാനും ബഹുമാനപ്പെട്ട വിജയൻ സാറും ഒന്നിച്ച് പുറത്തിറങ്ങി. വിശക്കുന്നവന് ആഹാരം കൊണ്ട് കൊടുക്കുവാൻ തയ്യാറായി. കോവിഡ് വരുമോ മരണം വരുമോ ഒന്നും ഓർത്തില്ല. വിശപ്പ് അത് അവസാനിപ്പിക്കണം, വിശക്കുന്നവർക്ക് ആഹാരം ഈ സമയത്ത് കൊടുക്കണം. പകർച്ചവ്യാധിയുടെ നടുവിൽ വിശക്കുന്നവന് ആഹാരം കൊടുക്കുക എന്ന് മാത്രം ചിന്തയുണ്ടായിരുന്നു. 2005 ഞാൻ സാറിനെ പരിചയപ്പെടുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന കാലഘട്ടത്തിൽ. അന്നു മുതൽ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ സാറ് ചെയ്തു തന്നിട്ടുണ്ട്. ഓർക്കുക,
എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്കല്ല, സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അത് മാത്രമായിരുന്നു ഞങ്ങളുടെ സ്വപ്നം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഇത് സമൂഹത്തെ രക്ഷപ്പെടുത്തുക എന്ന് മാത്രമായിരുന്നു. അനേകം പ്രോജക്റ്റുകൾ സാറിൻ്റെ സ്വപ്നത്തിലൂടെ കടന്നു വന്നു. അന്നേരമെല്ലാം എന്നെയും കൂടെ കൂട്ടി. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, സോഷ്യൽ പോലീസിൻ്റെ, ജനമൈത്രി പോലീസിനോട് ചേർന്നുള്ള കാരുണ്യ പ്രവൃത്തികൾ, മെഡിക്കൽ കോളേജിലെ അന്നദാനം, ക്യാൻസർ രോഗികൾക്കുള്ള സൗജന്യ വാഹന സൗകര്യം, പ്രോജക്റ്റ് ഹോപ്പ്, 10ാം ക്ലാസ്സിൽ തോറ്റുപോയ കുട്ടികളെ പഠിപ്പിച്ച് ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്ന പദ്ധതി, വിദ്യാഭ്യാസം ഇല്ലാത്തവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, കോളനികളിൽ കഴിയുന്ന കുട്ടികൾ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം അവർക്ക് നൽകുക, അവരെ മാറ്റി നിർത്താതെ അവരെ ചേർത്ത് പിടിച്ച് നല്ല മക്കളാക്കി മാറ്റുക, അങ്ങനെ കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കുക എന്ന ലക്ഷ്യം. സാറിൻ്റെ സ്വപ്നങ്ങൾ ഇതെല്ലാമായിരുന്നു. ഇപ്പോഴും സാറിൻ്റെ ഉള്ളിൽ തീയുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ നമുക്ക് അഭിമാനമാണ്. തളർത്താൻ സാധിക്കും, പക്ഷേ സാറിനെ തകർക്കാൻ പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ട വിജയൻ സാർ ഇന്ന് ഔദ്യോഗിക തലത്തിൽ ADGP ആയി ഉയർത്തപ്പെടുമ്പോൾ അഭിമാനമുണ്ട് സാർ. തീയിൽ കുരുത്തത് വെയിലത്ത് വാടില്ല സാർ. കൂടെയുണ്ട്. സാറിന് ദൈവാനുഗ്രഹം ആശംസിക്കുന്നു. നീതിബോധമുള്ള ഉദ്യോഗസ്ഥൻ, കരുണയുടെ ആൾരൂപം, എല്ലാവരെയും മനസ്സിലാക്കുന്ന വ്യക്തി, മറ്റുള്ളവരുടെ നന്മ കാണുന്ന വ്യക്തിത്വം, എന്നെ വളർത്തിയ ബഹുമാനപ്പെട്ട വിജയൻ സാറിന് അഭിനന്ദനങ്ങൾ, ആശംസകൾ. ദൈവം സാറിനെ അനുഗ്രഹിക്കട്ടെ.